നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഈ നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കപ്പോൾ കാനഡയിൽ പോകാൻ പറ്റും, എനിക്കപ്പോൾ ഫ്രാൻസിൽ പോകാൻ പറ്റും, എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നത്, എപ്പോഴാണ് എൻ്റെ വിസ റെഡിയാകണത്, ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിൽ ഈ ജന്മത്തിൽ സാധനം ശരിയാകാൻ പോണില്ല. കാര്യം നീ വയറ്റിപ്പഴപ്പാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. ദൈവസ്നേഹം നിനക്കില്ല. ദൈവസ്നേഹമുള്ളവർ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത്. നമുക്ക് കുരിശുരൂപത്തിൻ്റെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നോൻപ് കാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മനസ്സാന്തരം നമുക്കുണ്ടാകും. കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രൂശിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ആരായി, അത് സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ്. പിന്നെ നമ്മുടെ മുമ്പിലൊരു ഓപ്ഷൻ എന്ന് പറയണത് ഈ ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക. ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യാനാണ് നമ്മളെ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത്. അപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ദൈവസ്നേഹത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത്. ചില ആൾക്കാർ പറയും ഞാൻ ഉടമ്പടി പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യില്ലേ, കാരുണ്യപ്രവർത്തി ചെയ്തില്ല. ഉടമ്പടി പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യില്ലേ, പ്രത്യക്ഷ പ്രവർത്തനം ചെയ്തില്ല. അപ്പം നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണാന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ, വേറെങ്കിലും വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ല. അതുകൊണ്ടാണ് ഈ അനാട്ടമി നോക്കിയിട്ട് ഇനി ഉടമ്പടിക്കുന്നത്. ഞാൻ ഈ അത്താറെ പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ്. അല്ലെങ്കിൽ അനാട്ടമി നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പടിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവർ ബോഡി കാണാൻ പറയാൻ പറ്റും, ഇത് ഇരുന്ന പാട്ടിൽ എഴുന്നേക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക. കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇത് എടുത്ത് ചടക്കാരിയാണ്, മുൻകോപിയാണ്, ദൈവത്തിന് നിരക്കണ ജീവിതമാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവല് വരെ എത്താൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു ഉടമ്പടി തന്നെ ഒരു കുരിശിൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത്. നമുക്ക് സമയം നഷ്ടം ഉണ്ടാകും, ആരോഗ്യം നഷ്ടമുണ്ടാകും, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് വേറെ സംഭവമാണ്. നമ്മൾ കൊടുക്കാൻ, പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ നമുക്കുള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ ക്രിസ്തു എന്നുള്ള ആ വലിയ ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് പ്രബൗണ്ടാണ് ഈ വിഷയം. ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഇച്ഛാഭംഗം വരും. ചില സമയത്ത് സന്തോഷം വരും, എന്നാൽ ഇച്ഛാഭംഗം. കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട്, ഈശോനെ കാണുന്നുണ്ട്. ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ പറയും, ഞാൻ അമ്മയോട് പറയും ഇത് നാണം കെട്ട പരിപാടിയായിപ്പോയി എന്ന് പറയും, ഉള്ളിൽ പറയും. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് ആയും കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംരംഭനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല, ദൈവത്തെ അന്വേഷിക്കത്തില്ല. ഇത് സിമ്പിളാണ്, ഈസിയാണ്, എങ്ങനെ ജീവിക്കാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള തെറ്റായ ധാരണ വരും. ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത്. കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു. അമ്മ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷ്യത്തിന് എടുക്കാം. പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ, നിങ്ങൾ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും. പെരുമ്പാവൂർ കാര്യമാണ് പാർവതി അമ്മയും. ആ പാർവതിക്ക് 21 വയസ്സുള്ളപ്പോൾ അമ്മനെയും അവളുടെ അനിയത്തിനെയും കൂടി ഉപേക്ഷിച്ചിട്ട്
അപ്പൻ വീട്ടിട്ട് വേറെ ഒരു സ്ത്രീയുടെ കൂടെ വേറെ കുടുംബജീവിതത്തിലേക്ക് ജീവിക്കുകയാണ്. ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അപ്പനില്ല, പാർവതിക്ക് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവർ 3 പേരും പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പഠിത്തം നിർത്തി. കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം. പഠിത്തം നിർത്തി. അപ്പോൾ ഈ മനുഷ്യന്മാർ എന്ത് സങ്കടപ്പെട്ടാൽ ജീവിക്കണം എന്ന് ചോദിക്കേ. അപ്പോൾ പാർവതിയുടെ അമ്മ ഈ സമയത്ത് വന്നിട്ട്, കാര്യം മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, ആണും തുണയെ നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബം ഇട്ടും പോവുകയാണ്. പിന്നെ എങ്ങനെ ജീവിക്കാം? അപ്പം നമുക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും. ഇപ്പം 2 പെൺമക്കളുണ്ടാവുകൊണ്ട് അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും. ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ല എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത്. ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും. പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണവരല്ലല്ല ഉടമ്പടി. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്. എന്താണ്? ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിടിയിട്ടില്ല, കേട്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താണ്, നമ്മുടെ കുടുംബ അംഗമായിട്ട് പെട്ടെന്ന് 3 മണിക്കൂർ കൊണ്ട് മാറും. 3 മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ, ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ, ഈ ഒരു അസന്മാർഗിയായിട്ട് ജീവിക്കുന്ന ലഹരിക്ക് അടിപ്പെട്ട ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്ന് തരിപ്പണമായി ഇനി ആർക്കും നിന്നെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് നിരാശയായിപ്പോയി വിചാരിച്ചു. പക്ഷെ വൺസ് ഉടമ്പടിയിടത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണി ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും, ഞാനിനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും, ദൈവം അമ്മ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ മാറും. ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ ഇവർ മാറും. കാര്യം അവർ തീരുമാനം, കാര്യം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീരുമാനമാണ്. ഇപ്പോൾ ധൂർത്തപുത്രൻ മാറുന്ന വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഡിസിഷൻ. ധൂർത്തപുത്രൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഒരു അപ്പൻ 2 മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ്, അപ്പ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, എൻ്റെ സ്വത്തും കണ്ടതാ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആൾ കുടുംബത്തിൻ്റെ പകുതി സ്വത്തും മേടിച്ചുകൊണ്ട് നാട് വിട്ടുപോയി. അവസാനം വേസ്റ്റുകളൊക്കെ ജീവിച്ച് തറവാടിന് മാനക്കേടുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറിച്ച് പന്നിക്കൂട്ടിപ്പോയി. അവിടുന്ന് തിന്ന തവിട് പോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം കൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ, അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് എവിടെയാണ് ഇതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. അതൊരു തീരുമാനമായി അല്ലേ? 2ാമത്തെ തീരുമാനം എന്താണ്? ഞാൻ എൻ്റെ പിതാവിനോട് പറയും. എന്ത് പറയും? പിതാവേ, നിനക്കും ദൈവത്തിനും എതിരായി ഞാൻ പാപം ചെയ്തു പോയി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും, കുമ്പസാരിക്കും. അതാണ് നമ്മൾ ഉടമ്പടി കുമ്പസാരം ഉള്ളത്. ഇപ്പം കത്തോലിക്കലല്ലാത്തവർ അവരുടെ മാർഗങ്ങളിലൂടെ പാപരഹിതരായി ജീവിക്കണം. അതാണ് ഉടമ്പടിയുടെ നിയമം. കത്തോലിക്കലല്ലാത്തവർ കുമ്പസാരം എന്ന കൂദാശ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തഡോക്സുകാർക്കുമുണ്ട്, യാക്കോബിസിനുണ്ട്. അല്ലാത്തവർക്ക് കുമ്പസാരം ഇല്ല. അതുപോലെ തന്നെ നോൺ ക്രിസ്ത്യൻസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങൾ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം.
ദുഷ്ടന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, തോന്നിയവാസിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. 50 എടുത്ത് സങ്കീർത്തനം 50 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. 50 സങ്കീർത്തനം 16 തിരുവചനം. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നിന്നോട് ഞാൻ ഉടമ്പടി വാക്കുചരിച്ചതിനെ മോന്തൊക്കെ അടിക്കുന്ന വന്നിരിക്കണേ, മനസ്സിലായില്ല? അത്ര സീരിയസ് വിഷയം. വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ ഉടമ്പടിയെക്കുറിച്ച് വായെടുത്ത അപ്പടി മോന്തൊക്കെ കിട്ടും. എന്താ പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനം 50:16 വായിച്ചേ. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എന്നാൽ ദുഷ്ടനോട് ഞാൻ പറയും, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ വചനങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നിനക്കെന്ത് കാര്യം? ഉടമ്പടിക്കാൻ കൃപാസനത്തിൽ വരുമ്പോഴേ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിനക്ക് കൃപാസനത്തിൽ എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുന്നു നിന്നോട്. മനസ്സിലായില്ലേ? നീ നിന്റെ പാപത്തെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ കക്ഷി ചേർക്കാൻ വന്നാൽ നിനക്കിവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും. അത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കാര്യം ദൈവം വിചാരിക്കണത് പരദൂഷണം പറയുന്നവർ, പക പറയുന്നവർ, വ്യഭിചരിക്കുന്നവർ, കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ദുഷ്ടൻ. ഒറ്റ വാക്ക്. ഒന്നെങ്കിൽ പാപി, അല്ലെങ്കിൽ ദുഷ്ടൻ, അല്ലെങ്കിൽ ദുഷ്ട, ഇങ്ങനെ പറയും വിളിക്കത്തുള്ളൂ. അല്ലാതെ പരദൂഷണം പറയുന്ന ആളാണ്, അസൂയ പറയുന്ന ആളാണ്, തോന്നിവാസിയാണ്, അസന്മാർക്ക് ജീവിതമാണ്, അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞു വരുന്ന പറയത്തില്ല. ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളൂ, ദുഷ്ടൻ. എന്താ കാര്യം? ദുഷ്ടനെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പെർസോണിഫിക്കേഷനാണ്. പിശാചിനെ ദൈവം വിളിക്കണത് എന്താണ്? ദുഷ്ടൻ. അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത്? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഒറ്റ വാക്കാണ്, പാപിയാണോ അവനെ ദുഷ്ടനെന്നാണ് വിളിക്കണത്, അല്ല ദുഷ്ട. ദുഷ്ടനിക്ക് ഉടമ്പടിക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയിൽ എന്ത് കാര്യം? അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? വിശുദ്ധിയോടെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ജീവിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പറന്നിറങ്ങണമേ നിൻവിശുദ്ധിയുടെ ഹൃദയത്തിൽ ഇന്നു നീ നിറയണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻവിശുദ്ധിയുടെ ഹൃദയത്തിൽ ഇന്നു നീ നിറയണമേ. ഓ പാവനാത്മാവേ, അപ്പം ഞാനിങ്ങനെ കാർക്കശമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ പോയേക്കാല്ല നിൽക്കണ അച്ഛാ ഞാൻ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? എൻ്റെ കാര്യം കുഴപ്പത്തിലാണ് എന്ന് ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അർത്ഥം മുറിച്ച് പറഞ്ഞാലേ എന്നാൽ പിന്നെ പോയേക്കാം നിൽക്കണ അച്ഛാ ഞാൻ എന്ന് ചോദിക്കും. അപ്പം കർത്താവ് പറയും നിൽക്കണം എന്ന് പറയും. കാര്യം എന്താണ്? എൻ്റെ മകളെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്? അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത്, ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്. അപ്പം നിന്നെക്കുറിച്ച് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ഇതിലുണ്ട്. ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ,
കർത്താവേ, എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തില് വന്നു പെട്ടുപോയ എല്ലാ തിന്മകളെ പ്രതി എല്ലാ തിന്മകളെയും പ്രതി എനിക്ക് അനുതാപം നൽകണമേ. എനിക്ക് അനുതാപം എന്റെ നൽകണമേ. ഹൃദയത്തെ എന്റെ ഹൃദയത്തെ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകാൻ എനിക്ക് കണ്ണുനീര് തരണമേ. എനിക്ക് കണ്ണുനീര് നൽകണമേ. Praise the Lord. എനിക്ക് ആര് കണ്ണുനീര് തരും? ബൈബിളിലെ ഒരു ചോദ്യമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞാൽ കണ്ണീരൊന്നും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങിയില്ലേ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊന്നും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്ന താങ്ങിയില്ലേ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ. മുഖം വാടുമ്പോ മനം നീറുമ്പോ എന്നെ താങ്ങും സ്നേഹമ യേശുവല്ലേ. കരഞ്ഞ കണ്ണീരൊന്നും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണ് പോകത്തില്ല. ഞാൻ കർത്താവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തായി ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, കർത്താവെ, നിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ഹെബ്രായ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും 11:18 എഴുതിയിരിക്കുന്ന പോലെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ മക്കളെ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ. കണ്ണീരൊന്നും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങിയെന്നെ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊന്നും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങിയെന്നെ ഓമനിക്കും സ്നേഹരാജനല്ലേ ഈശോ. ദൈവത്തിന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ വരുന്നത് ദൈവം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് ചെയ്തിരിക്കണമെന്ന്. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു, അവന് ഓപ്ഷൻസ് കൊടുത്തു, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം,
ഇവിടെ യുക്തിവാദികളുണ്ട്, ഫ്രീ തിങ്കേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ? അതാണ് ദൈവം എന്ന് പറയണത്. അതാണ് ദൈവം. തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കണില്ല. അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപ കൊണ്ടെങ്കിൽ അതിൽ ദൈവത്തിൽ ഇതാ ഞാൻ വെള്ളവും, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഇതാ ഞാൻ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന്. അതായത് തിരഞ്ഞെടുപ്പ്. നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം, നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില അഭിരുചികൾ, അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങളോ എതിരാണെങ്കിൽ നമുക്കിവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം. എന്താ കാര്യം? എത്ര വേണമെങ്കിലും കെട്ടാം, ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം, ആരെ വേണമെങ്കിലും കൊല്ലാം. അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം. അപ്പോൾ ഇവിടെ എന്ത് നടക്കും എന്നുള്ളതാണ് കണ്ടത്. ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ. അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരീശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ? അപ്പം അവരിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം, വീട്ടിലുണ്ടാകാം. എന്നാലും ദൈവം അതിൻ്റെ പേരിൽ നിങ്ങളുടെ കൈയും കാലും കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിക്കണം, ഞാൻ പറയണ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തില്ല. അതുകൊണ്ടാണല്ല ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്തത് കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകണത്. ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമെങ്കിൽ ഫ്രീ ഉണ്ടാകില്ല, തിങ്കിങ്ങും ഉണ്ടാകില്ല, സമയം കിട്ടത്തില്ല. അതിന് സമയം കിട്ടത്തില്ല. അപ്പം അതല്ല. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത്. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം, തന്നെ നിരാകരിക്കാൻ പോലും ഉള്ള സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അമ്മയാണ് ഏറ്റവും വലിയ പ്രതീകം. നമ്മളെ പെറ്റ അമ്മയാണ് നമ്മുടെ മനുഷ്യനെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയണത്. പക്ഷെ ആ അമ്മയും നമ്മളോട് പറയും, എടാ കഴിവരി 10 മാസം നിന്നെ ചുമന്നതല്ലെന്ന് നമ്മോട് ചോദിക്കും, ഇല്ലേ? അതാണ് സംഭവം. പക്ഷെ ദൈവം അതും ചോദിക്കത്തില്ല. അപ്പം അമ്മയുടെ സ്നേഹമാണ് വലുത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് വലുത്. ഈ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോണതാണ് ശരിക്കും പറഞ്ഞ പാപം എന്ന് പറയണത്. ആ പാപത്തിനാണ് അനുതാപം ആവശ്യമായി വരണത്. ഇത് അനുതാപത്തിൻ്റെ കാലമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 15:16 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. ഒരുമിച്ച് പാടുക. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ദൈവം തോക്കണ എവിടെയാണെന്ന് അറിയാമോ? ഈ ധൂർത്തപുത്രൻ്റെ കഥയിലാണ്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ മഴിക്കണ്ണെന്നിട്ട് വാതിലും തുറന്നിട്ട് എത്രയെത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ
കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാ. അവൻ വന്നപ്പോൾ ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്രക്കാർ പോകുമ്പോഴും ഇങ്ങനെ അപ്പനെ ഇളകി നോക്കും. എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്ന് അപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഞാനും നീയും ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം. ശ്രുതികടേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സ്നേഹമേ ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാവരും എന്നെ പിരിഞ്ഞപ്പോൾ ആനന്ദമില്ലാതലഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ വന്നപ്പോഴെന്നാ ചെയ്തത്? ഈ അപ്പൻ വയസ്സും പ്രായമായിരിക്കുന്ന ആള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു. അവൻ പറഞ്ഞു തരണം. അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അവൻ്റെ വാ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു. ഇവനെ കൊണ്ട് കുളിപ്പിക്കൂ, ഇവന് നല്ല വസ്ത്രം അണിയൂ, ഇവന് ചെരുപ്പണിയൂ, ഇവന് മോതിരമണിയൂ. അപ്പം അവൻ്റെ മനസ്സ് ഇടിച്ചിടിച്ച് പറഞ്ഞു, അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെ പോലെ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവന് ഉള്ളിൽ പറയുന്നുണ്ട്. അത് പറയണത് സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടമായതുകൊണ്ട് അവനെ സ്വരത്തിൽ പറയിപ്പിക്കത്തില്ല അപ്പൻ. എന്നിട്ട് പറയും, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകനാണ് എന്ന് തന്നെ പറഞ്ഞു ഒരച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോതിരം കൊടുക്കൂ, ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ ചെരുപ്പ് ഇടാൻ പാടുള്ളത്. അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പറ്റുള്ളൂ. ഒരു മകനാണോ അടിമയാണോ എന്നറിയണത് അവൻ്റെ കയ്യെ നോക്കിയിട്ടാണ് പറയണത്. മോതിരം ഒരു ആൺമകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ്. അപ്പം ഞാൻ മകനല്ലപ്പാ, ഞാൻ എൻ്റെ മകനെൻ്റെ പേരിന് പോലെ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇവൻ പറയാഞ്ഞുകൊണ്ടിരിക്കണമെങ്കിലും അതൊന്നും ആ സ്വരം പുറത്ത് ഏൽപ്പിക്കാത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. എന്താണ്? മോതിരം വിടൂ, അവൻ്റെ കയ്യെ മോതിരം വിടൂ, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ മകൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കണത് ഞാനൊന്ന് കാണട്ടെ. എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ട്, മോതിരം ഇട്ട കൈ. എന്തൊരപ്പനാണിത്! ഈ അപ്പൻ്റെ കഥ പറയുന്നതാണ് കർത്താവ്. അപ്പൻ്റെ സ്നേഹം കാണിക്കണതാണ് കുരിശ്. കർത്താവേ, നിന്റെ സ്നേഹം ഓർത്തിട്ട് എന്നിൽ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവനാമന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും. അവൻ മോതിരവും വിട്ട് ചെരുപ്പ് വിട്ട്
നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോൾ അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവളെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കും മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. എത്ര കാലമായി ആ ചെവിടുകൾ, അപ്പൻ്റെ ചെവിടുകൾ നൃത്തച്ചെവിടുകളായിട്ട്. അപ്പനും മതിമറന്ന് നിൽക്കുമ്പോഴാണ് വേറെ ഒരുത്തം വരുന്നുണ്ട് അവിടെ. അത് ഒരു മകനാണ്, അപ്പനെ സ്നേഹിച്ച മകൻ, അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ, കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ, മൂത്ത മകൻ. അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലും ഇല്ലാത്ത വാദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ? അപ്പം ഇന്ന് അറിഞ്ഞില്ലേ, നിൻ്റെ അനുജൻ വന്നു. അപ്പോൾ ഇടിപെട്ടുകൊണ്ട പോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി. അപ്പോഴപ്പനും വിരിമാറ്റി നോക്കിയപ്പോഴേ ദാണ്ട് നിൽക്കണേ തൻ്റെ മകൻ. അവനിനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോൾ അവനെയും പിടിക്കാൻ അപ്പൻ ചാടി പുറത്ത് വീഴും. അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കും. എന്നിട്ട് ചോദിക്കും, അപ്പാ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു, അപ്പനിവിടെ നൃത്തം ചെയ്തില്ല, അപ്പനോട് വാദ്യാഘോഷം ഉണ്ടാക്കിയില്ല, അവനെയും കാത്തപ്പൻ ഇരിക്കുകയായിരുന്നു. നമ്മുടെ സ്വത്തെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച വേശകളുടെ കൂടെ അപ്പനത് ഓർത്തില്ല. അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ എന്ന്. അതാണ് ഈശോ അതിൻ്റെ തൊളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ്. എന്താണ്? എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ. നീ പറഞ്ഞില്ല, ശരിയാണ്. നമ്മുടെ സ്വത്തെല്ലാം പോയി വേശ്യകളിലൂടെ അവൻ ചെലവഴിച്ചു, അവനും കോലം കെട്ട് ചാകാനായി. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരു അപ്പനല്ലേ എന്നാണ് എന്ന് പറഞ്ഞ് അപ്പം മൂത്തവർ അനീതിയൊന്നും ചെയ്തില്ല. അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ. അപ്പൻ അവനോട് പറഞ്ഞ്, എനിക്കുള്ളതൊക്കെ നിൻ്റെതാ, പക്ഷെ ഇവൻ മരിച്ചുപോയവനല്ലേ, അവൻ തിരിച്ചു വന്നില്ലേ, നമുക്ക് സന്തോഷിക്കണ്ടേ. അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിനാണ് കർത്താവ് ക്രൂശിതനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത്. അതൊരു വിളിയാണ്, ബലിയൊരു വിളിയാണ്. കുരിശ് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. ഈ സ്നേഹത്തിൻ്റെ കാലത്ത്, ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലമാണ് നോൻപ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നീയും ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ്, അത് നമ്മുടെ വിഷയങ്ങളല്ല. വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുട്ട് ഇൻ ടു ദി ബോക്സ്, ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലം അല്ല. നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മധ്യസ്ഥത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളല്ല, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി? അത് ദൈവത്തിൻ്റെതായി. പിന്നെ എന്താണ് ആകണം? നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ. ഉടമ്പടി അതാണ്. നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു. അതാണ് സ്വർഗീയ പദ്ധതി. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 10,000 ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നാമത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.